والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله صلى الله عليه وسلم വളരെയേറെ സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഹൈദർ ഉസ്താദ് അവറുകൾ, ഖാസിം മദനി ഉസ്താദ് അവറുകൾ, മറ്റ് പണ്ഡിതന്മാർ, ഉലമാക്കൾ, മുത്തഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, ഉമ്മമാർ, വന്യരായ ശൈഖുന വ സയ്യിദുന വ ഉസ്താദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ്, അതുപോലെ ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ നൂറുൽ ഉലമ എംഎ ഉസ്താദ് തുടങ്ങിയ മഹാരഥന്മാരുടെ അനുസ്മരണ വേദിയാണ് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, കർണാടക മുസ്ലിം ജമാഅത്ത്, എസ്വൈഎസ്, എസ്എസ്എഫ്, എസ്എംഎ, എസ്ജെഎം, ഇങ്ങനെ തുടങ്ങി സുന്നത്ത് ജമാഅത്തിന്റെ സംഘ കുടുംബം എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ, അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഒരുപാട് കസേരകളുണ്ട് ഇവിടെ. ആരെങ്കിലും പുറത്തു നിൽക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും വന്ന് ഈ മജ്ലിസിൽ ഇരുന്ന് മജ്ലിസ് നല്ല ഭംഗിയാക്കണം. ഒരുപാട് നേതാക്കന്മാർ പ്രസംഗിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നൗഫൽ കലസ ഉസ്താദ് അവർകൾ പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്താനുണ്ട്. അല്ലാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മതമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിൽ തന്നെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. എന്തെല്ലാം ലെവലിലുള്ള മനുഷ്യന് പറയാൻ തന്നെ പ്രയാസപ്പെടുന്ന ഒരുപാട് പ്രചരണങ്ങൾ നടത്തുന്ന അവാന്തര വിഭാഗങ്ങളുണ്ട്. അവകളെല്ലാം മാറ്റി നിർത്തി പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി അലാ ബിദ്ഇൻ വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം 70-ലധികം വിഭാഗങ്ങളായി പിരിഞ്ഞു പോകും. എല്ലാവരും നരകത്തിലാണ്. ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ. സഹോദരങ്ങളെ, ഈ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. പല യുക്തിവാദികളും പറയും പോലെ, ആർക്കാണ് പിന്നെ ഈ സ്വർഗം? അത് ചോദ്യം ചെയ്യാൻ നീ ആരാ, ഞാനാരാ? ഉസ്താദ് നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ പഠിച്ചത് തന്നെ അള്ളാഹനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാൻ, അതിനെ വെല്ലുവിളിക്കാൻ ആരാ നമ്മൾ? വെറും മാംസവും എല്ലും. സമയം തീർന്നു പോയാൽ മനുഷ്യന്റെ മുന്നിൽ തന്നെ വെക്കാൻ പറ്റാത്ത 6 അടി മണ്ണിൽ കുഴിച്ചിടപ്പെടേണ്ട നാം ലോകനിയന്താവായ റബ്ബുൽ ഇസ്സത്തായ ഖാലിഖായ റാസിഖായ അലാ കുല്ലി ഷൈഇൻ ഖദീറായ റബ്ബുൽ ഇസ്സത്തിനെ ചോദ്യം ചെയ്യാൻ നമുക്കെന്ത് അധികാരമുണ്ട് സഹോദരങ്ങളെ? അല്ലാഹു സ്വർഗം പഠിച്ചു, ആരെയും സ്വർഗത്തിൽ കയറ്റിയില്ല, എല്ലാത്തിനെയും നരകത്തിലിട്ടു. ആരെയും ചോദിക്കാൻ?
സ്വർഗവും നരകവും പഠിച്ചു, എല്ലാവരെയും സ്വർഗത്തിലേക്ക് കയറ്റി, നരകം പൂട്ടി. ആര് ചോദിക്കാൻ? നരകത്തിലേക്കില്ല, സ്വർഗത്തിലേക്കില്ല, വേറെ തന്നെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി. ആര് ചോദിക്കാൻ? ഇവിടെ ഈ സ്വർഗം നരകവും ദുനിയാവും ആകാശവും ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചത് അങ്ങനെയല്ലേ? സ്വർഗം, നരകം, ആകാശം, ഭൂമി, ഈ കാണുന്നത്, ഇതിൽ ഒതുങ്ങിയോ റബ്ബിന്റെ പ്രവർത്തനം? നമുക്കറിയാത്ത എന്തെല്ലാം ഉണ്ട് ലോകത്ത്, എന്തെല്ലാം ജീവികളുണ്ട്, എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ട്. ഈ ഭൂമിയും ആകാശവും മാത്രമാണോ? ഈ ആകാശം, ഭൂമി, ഇവിടെ കുറച്ച് സൃഷ്ടികള്, കുറച്ച് മൃഗങ്ങള്, കുറച്ച് പക്ഷികള്, കുറച്ച് മറ്റുള്ള ഇഴജന്തുക്കള്, മത്സ്യങ്ങള്, പ്രാവുകള്, പലതും നമ്മൾ ചിന്തിച്ചു പോകും. വേറൊന്നും ഇല്ല, അള്ളാഹ് എവിടെയോ എടുത്തിരിക്കുന്നു. ഈ കുറെ ഇത് മാത്രമാണോ? നമുക്കറിയില്ല സഹോദരങ്ങളെ. ഖുലിഖൽ ഇൻസാനു ദഈഫാ എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? കൂടുതലൊന്നും ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ മനുഷ്യൻ പര്യാപ്തനല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനും അവന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാനും നമുക്ക് അവകാശമില്ല. ഒരാൾക്കും ഒരു യുക്തിവാദിക്കും അവകാശമില്ല. അപ്പൊ എന്റെ സമുദായം 70-ലധികം വിഭാഗങ്ങളായി തെറ്റിപ്പിരിയും. ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിലുള്ളൂ, എല്ലാം നരകത്തിലാണ്. ഹബീബായ മുത്തനബി തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ആ വിഭാഗം? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ അനുയായികളും എന്റെ സ്വഹാബികളും ഏതൊരു വഴിയിലാണോ ആ വഴിയാണ് സ്വർഗത്തിലേക്ക് പോകുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാത. ഞാനും എന്റെ അനുയായികളും എന്ന് പറയുമ്പോൾ ഇന്ന് ഹബീബായ മുത്തുനബി തങ്ങളില്ല, അവിടുത്തെ അനുയായികളാകുന്ന സ്വഹാബത്തില്ല, അവിടുത്തെ ചര്യ മനസ്സിലാക്കാൻ കഴിയില്ല, ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ഹബീബായ മുത്തുനബി തങ്ങളുടെ ഹദീസുകൾ ശരിക്കും നമുക്ക് ഡയറക്റ്റായി മനസ്സിലാക്കാൻ കഴിയില്ല. അതൊക്കെ വ്യാഖ്യാനിച്ചു തരുന്ന അവിടുത്തെ സ്വഹാബികളും സ്വഹാബികളെ പിൻപറ്റി ജീവിച്ച താബിഈങ്ങളും താബിഈങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ച അഇമ്മത്ത് മുജ്തഹിദുകളുമായ ഇമാമുകൾ ഗവേഷണം ചെയ്തുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമവിധി വിലക്കുകളെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ ക്രോഡീകരിച്ചു വെച്ചു. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. യുക്തിക്ക് ഇവിടെ വിലയില്ല. വെറും യുക്തിക്ക് മാത്രം അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ഇസ്ലാമിനെ കണ്ടെത്താൻ കഴിയില്ല. യുക്തിയെല്ലാം ഒരു ഭാഗത്ത് മാറ്റി വെക്കണം. റബ്ബ് പറഞ്ഞതുപോലെ കേൾക്കണം, എന്നാലേ സ്വർഗം കിട്ടും. നീ ധിക്കരിച്ചിട്ട് എവിടെ പോയാലും അവസാനം നരകത്തിൽ പോയിട്ട് കുടുങ്ങുന്നല്ലാതെ അള്ളാഹുവിന് എന്ത് നഷ്ടം? നീ വിജയിച്ചിട്ട് എന്ത് നഷ്ടം, എന്ത് ലാഭം? നീ പരാജയപ്പെട്ടിട്ട് എന്ത് നഷ്ടം, എന്ത് ലാഭം? അതുകൊണ്ട് സഹോദരങ്ങളെ, ഹബീബായി മുത്തുനബി തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. നേരത്തെ ഇവിടെ മഹാന്മാരായ ഉസ്താദുമാർ നമുക്ക് പ്രസംഗിച്ചു തന്നു താജുൽ ഉലമയെ പറ്റി. നവ്വറല്ലാഹു മർഖദാ നഫഅനല്ലാഹു ബിഹി ഫിദ്ദാറീൻ. താജുൽ ഉലമയെ നമുക്കറിയില്ല. പ്രായം ചെന്ന മഹാന്മാരായ ഉസ്താദുമാർ കൊല്ലങ്ങളോളം താജുൽ ഉലമയുടെ അടുക്കൽ ഇൽമു പഠിച്ചവരാണ്. നമ്മളുടെ വലിയ ഭാഗ്യമാണ്. നമ്മൾ അയൽ നാട്ടുകാരായ ഹൈദർ മദനി ഉസ്താദും കാസിം മദനി ഉസ്താദും അല്ലാഹു നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാരാകട്ടെ. കാസിം മദനി ഉസ്താദ് അവர்கள் വലിയൊരു സ്ഥാപനം നടത്തുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ശരീഅത്ത് കോളേജ് അല്ലാഹു അഭിവൃദ്ധിപ്പെടുത്തട്ടെ, ബർക്കത്താക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, താജുൽ ഉലമയുടെ അടുക്കൽ ഇൽമു പഠിച്ചവരാണവർ. താജുൽ ഉലമയുടെ ആവിർഭാവ കാലം, താജുൽ ഉലമയുടെ വരുന്നതിന് മുമ്പുള്ള കാലം സഹോദരങ്ങളെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. ആരോ പറയുന്നത് കേട്ടു, കോഴിയർക്കാൻ വരെ അറിയില്ലായിരുന്നു. നമ്മൾ സമ്മതിക്കുകയാണ്, കർണാടകക്കാരായി നമ്മൾ തോൽവി സമ്മതിക്കുകയാണ്. കോഴി എങ്ങനെ ഇറക്കണമെന്നറിയില്ല. പല പള്ളികളുടെയും കിബില തെറ്റിയിരുന്നു. താജുൽ ഉലമ വന്നിട്ട് കിബില തിരിച്ച പള്ളികൾ എത്രയുണ്ട്?
താജുൽ ഉലമയിൽ നിന്ന് സഹോദരങ്ങളെ 70ഓളം കൊല്ലം നമ്മുടെ രാജ്യത്ത് നിന്ന് 70 കൊല്ലം മുമ്പത്തെ കൊല്ലം 70 വഫാത്തായിട്ട് 10 കൊല്ലം 80 കൊല്ലം മുമ്പത്തെ കാലത്തിന്റെ അവസ്ഥ. അന്ന് സമസ്ത വേർപിരിഞ്ഞിട്ടില്ല. മറ്റുള്ള സമസ്തയുടെ പണ്ഡിതന്മാരെയൊന്നും കർണാടകക്കാർക്കറിയില്ല. ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നു ശൈഖുന, നമ്മുടെ നേതാക്കന്മാരാകുന്ന താജുൽ ഉലമ, ശംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ്, എംഎ ഉസ്താദ് തുടങ്ങിയ മഹാന്മാർ. അവരാരെയും കർണാടകക്കാർക്ക് അറിയില്ലായിരുന്നു. അവരെല്ലാം ആരാണ് കർണാടകക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? ഒന്നരായ സയ്യിദുനാ താജുൽ ഉലമ. താജുൽ ഉലമ ഉള്ളാളത്തേക്ക് വരികയാണ്. മംഗലാപുരത്ത് ട്രെയിൻ ഇറങ്ങുകയാണ്. ഇതൊക്കെ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു തന്നതാണ്. അവിടുന്ന് കാളവണ്ടിയിൽ ഉള്ളാളത്ത് വരികയാണ്. ഉള്ളാളക്കാരും പറയുന്നു അന്ന് നമ്മളെ അവസ്ഥയും ശോചനീയമായിരുന്നു. അങ്ങനെ താജുൽ ഉലമ വന്നു, സബൂറാക്കിയിട്ട് നിന്നു, ഇൽമ പഠിപ്പിച്ചു കൊടുത്തു. ഒരുപാട് കാലം ദർസ് നടത്തി മുതഅല്ലിമീങ്ങൾക്ക് ഇൽമ ചൊല്ലിക്കൊടുത്തു. അവരെ പാകപ്പെടുത്തിയ പണ്ഡിതന്മാരാക്കി വളർത്തിവിട്ടു. ഉന്നത കലാലയങ്ങളാകുന്ന വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹ പോലെയുള്ള വലിയ വലിയ കലാലയങ്ങളിലേക്ക് ഉപരിപഠനത്തിന് പറഞ്ഞയച്ചു. അവരെ ബിരുദാരിതികളാക്കി കർണാടകക്കാരായ ആലിമീങ്ങളെ വാർത്തെടുത്തു. കുറെ കഴിയുമ്പോൾ ഉള്ളാളത്ത് തന്നെ ശരീഅത്ത് കോളേജ് ഉണ്ടാക്കി. തന്റെ അടുത്ത് പഠിച്ച ശിഷ്യന്മാരെ ആ കോളേജിലെ പ്രൊഫസർമാരും മുദരിസുമാരുമായി നിയമിച്ചു. ചെറിയ കഴിവാണോ ഇത്? വരിക, നട്ടി വളർത്തുക, അത് വലിയ മരമായി വളർത്തിക്കൊണ്ടുവരിക, അതിന്റെ കായ്കളാകുന്ന പണ്ഡിതന്മാരെ സമുദായത്തിന് പറഞ്ഞു കൊടുക്കുക. പല പള്ളികളിലും സ്വന്തം ദർസിൽ പഠിച്ച് ഉന്നത കലാലയങ്ങളിൽ നിന്ന് ബിരുദമെടുത്ത, അല്ലെങ്കിൽ സ്വന്തം നട്ട് വളർത്തിയ അറബി കോളേജിൽ നിന്ന് ബിരുദമെടുത്തിയ മദനികളെ, അല്ലെങ്കിൽ പുറത്തുപോയി ബിരുദമെടുത്ത ബാക്കവികളെ, മറ്റുള്ള പണ്ഡിതന്മാരെ തന്റെ അധീനതയിലുള്ള പള്ളികളിലേക്കൊക്കെ മുദരിസുമാരും ഖത്തീബുമാരായി പറഞ്ഞേക്കുക. അന്ന് സമസ്ത രണ്ടായിട്ടില്ല, സമസ്ത ഒന്നേ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഇൽമീപരമായ പടയോട്ടം നടത്തിയത് വന്യരായ താജുൽ ഉലമയായിരുന്നു. തന്റെ ശിഷ്യന്മാരെ പള്ളികളിലൊക്കെ നിയമിച്ചു. എല്ലാ അനീതി സംഭവങ്ങൾ, അനാചാര സംഭവങ്ങൾ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കി. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് തോന്നി നമ്മുടെ നാട്ടുകളിൽ താജുൽ ഉലമ ഖാദിയാകണം. ഒന്നരായ താജുൽ ഉലമയെ അന്നൊരു പക്ഷേ ഖാദി എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് എന്ന് നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു. എന്താ ഖാദി എന്ന് വരെ അറിയില്ല. അങ്ങനെ ശൈഖുന താജുൽ ഉലമയെ നമ്മളെ പല രാജ്യങ്ങളിലും പല മഹല്ലത്തുകളിലും ഖാദിയാക്കി. നൂറുകണക്കിന് മഹല്ലുകളിൽ സഹോദരങ്ങളെ കേരളത്തിലും കർണാടകയിലെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ രാജ്യങ്ങളിലൊക്കെ താജുൽ ഉലമ ഖാദിയായിരുന്നു. അങ്ങനെ ശംസുൽ ഉലമയെ കൊണ്ടുവന്നു, കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവന്നു, നമ്മളെ നാട്ടുകാർക്കൊക്കെ പരിചയപ്പെടുത്തി. ഇങ്ങനെ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ വിജയകരമായ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ കാഴ്ചവെച്ചു. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. അതിനു വേണ്ടിയല്ലേ സമസ്ത രൂപീകരിച്ചത്? പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഉൾക്കൊള്ളുക, അത് പ്രചരിപ്പിക്കുക. അതിന്റെ എതിരിലുള്ള മുജാഹിദ് സലഫി വിഭാഗം, ജമാഅത്തെ ഇസ്ലാമി, മൗദൂദി, വഹാബി, തബ്ലീഗാദികളാകുന്ന എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെയും ദൂരെ നിർത്തുക. അവരെ ചീഞ്ഞാറിയ ആശയങ്ങൾ നമ്മളെ മഹല്ലത്തുകളിലേക്ക് കടന്നു വരാൻ പാടില്ല. നമ്മളെ വീടുകളിൽ കടന്നു വരാൻ പാടില്ല. നമ്മുടെ പരിസരങ്ങളിൽ എത്താൻ പാടില്ല. അതിനു വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. പ്രവർത്തനങ്ങൾ വിശാലമാക്കി. നൂറുൽ ഉലമ എംഎ ഉസ്താദ് മദ്രസക്ക് രൂപം കൊടുത്തു. അന്ന് മദ്രസ ഇല്ലായിരുന്നു, ആർക്കും മദ്രസ ഇല്ല. സമസ്ത രൂപീകരിച്ചു കുറച്ചു കാലം കഴിഞ്ഞു, മദ്രസ തുടങ്ങിയിട്ടില്ല. ഓത്തുപള്ളികളായിരുന്നു. പള്ളിന്റെ ഉള്ളിൽ ഒരു ഉസ്താദ് ബാങ്ക് കൊടുക്കാനും അയാൾ തന്നെ, ഖുത്ബയും അയാൾ തന്നെ ഈ കുട്ടികൾക്ക് പലകയിൽ എഴുതിയിട്ട് പഠിപ്പിച്ചു കൊടുക്കും. കമ്മിറ്റി ഉണ്ടോ? കമ്മിറ്റി ഇല്ല. മുക്തസറും മുത്തവല്ലിമാർ
ഓരോരോ പള്ളിന്റെ മുത്തവല്ലികളെ പറ്റി അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വെള്ളിയാഴ്ച വരും, മുറുക്കാൻ കെട്ടുമായി ബത്തലെ അടക്കന്റെ ചീലയായിട്ട് വരും. മുത്തവല്ലി 4-5 ആളുകൾ പള്ളിന്റെ മുറ്റത്ത് വന്നിട്ട് വരാന്തയിൽ ഇരിക്കും. ചിലപ്പോ ബത്തല് തന്നിട്ട് അതിന്റെ ചുവപ്പ് കാണിച്ച് പള്ളിന്റെ മതിൽ തന്നെ തുപ്പിന്ന് വരും. ആര് ചോദിക്കാൻ? അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അവിടേക്കാണ് MA ഉസ്താദ് കടന്നു വരുന്നത്. ഇങ്ങനെ ആയാ പോരാ, നമ്മളെ കുട്ടികൾ വളർന്നിട്ട് വലിയ പണ്ഡിതന്മാരാകണ്ടേ? അവർക്ക് നമുക്കൊരു സിസ്റ്റം വേണ്ടേ? അവർക്ക് സിലബസ് വേണ്ടേ? ക്ലാസുകൾ വേണ്ടേ? ഇടക്കിടക്ക് കുട്ടികളെ പരിശോധിക്കാൻ മുഫദ്ദിസുമാർ വരണ്ടേ? എക്സാം പരീക്ഷ നടത്തണ്ടേ? കുട്ടികൾക്ക് അവർക്ക് റിസൾട്ട് കൊടുക്കണ്ടേ? വലിയ വലിയ കിതാബുകൾ പഠിക്കാൻ നമ്മളെ മക്കളെ പാകപ്പെടുത്തണ്ടേ? മദ്രസകൾ പോയി സെക്കൻഡറി മദ്രസകളാകണ്ടേ? അവിടെ നിന്ന് ദർസിലേക്ക് എത്തണ്ടേ? അറബി കോളേജിലെത്തണ്ടേ? വെറും ഈ മുറുക്കാൻ തിന്നിട്ട് പള്ളിന്റെ മതിലിലേക്ക് തുപ്പുന്ന മുക്തസർമാർ മാത്രം ഉണ്ടായാൽ മതിയോ? ഇവിടേക്കാണ് MA ഉസ്താദ് വരുന്നത് മദ്രസ ഉണ്ടാക്കാൻ. നിങ്ങൾ ചിന്തിക്കണം. MA ഉസ്താദ് മദ്രസ ഉണ്ടാക്കാം, അതിലെന്തിപ്പോ കാര്യം? ചോദിക്കുന്നവരുണ്ട്. MA ഉസ്താദ് മദ്രസയുടെ പിതാവാണ്, അതിന്റെ ഫൗണ്ടറാണ്, അതിനെ ഈ രാജ്യത്ത് പരിചയപ്പെടുത്തിയ ആളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിച്ചു പോകും, അതിനെന്താ പ്രയാസം? തറക്കല്ലിടുക, കെട്ടുക, ഒരു മദ്രസാക്കുക, പഠിപ്പിക്കുക കഴിയില്ല. ഈ മുത്തവല്ലിന്റെ അടുക്കൽ വരണം മദ്രസ ഉണ്ടാക്കാൻ പറയാൻ. മുത്തവല്ലി ചിന്തിക്കും, മദ്രസ വന്നാൽ പിന്നെ ഇവിടെ കമ്മിറ്റി വരും, കമ്മിറ്റി വന്നാൽ എന്റെ മുത്തവല്ലി സ്ഥാനം തീർക്കും, മുക്തസർ പട്ടം പോവും, പിന്നാണെങ്കിൽ ഇവിടെ വല്ല ഒരു ദാദായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് മുത്തവല്ലി ചിന്തിക്കും. ഈ മുത്തവല്ലിന്റെ അടുക്കലേക്കാണ് MA ഉസ്താദ് വരുന്നത്. പല സ്ഥലങ്ങളിലും മദ്രസ വിരോധികൾ ഉണ്ടായിരുന്നു. MA ഉസ്താദിന്റെ ലേഖനങ്ങൾ വായിച്ചാൽ അറിയാം, പല രാജ്യങ്ങളിലും മദ്രസയ്ക്ക് വിരോധം വന്നു. കാരണം പലരുടെയും സ്ഥാനങ്ങൾ തെറിച്ചു പോകുമെന്ന് പഠിച്ചപ്പോൾ മദ്രസയ്ക്കെതിരെ നിന്നു ആ വിഭാഗം. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച മലകളും കാടുകളും താണ്ടി 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 ഒരിടത്ത് കിടന്നുറങ്ങാതെ വിശ്രമിക്കാതെ ഉണ്ടാതെ ഇരിക്കാതെ വീണ്ടും തന്റെ ദൗത്യം തുടർന്നു. മദ്രസയ്ക്ക് രൂപം കൊടുത്തു, മദ്രസ രൂപീകരിച്ചു, പല മഹല്ലുകളിലും മദ്രസ തുടങ്ങി. ഇന്നാ മദ്രസ നമ്മൾ 2 വട്ടം പുതുക്കിയിട്ടുണ്ടാവും. ഇപ്പോ അതിന്റെ തുടക്കം കുറിച്ച ആളാണ് 1,500 അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ചില്ലറ ത്യാഗങ്ങളല്ല, നമ്മളെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ, ഉലമാക്കൾ, സാദാത്തുക്കൾ നമുക്ക് ത്യാഗം സഹിച്ച് നേടിത്തുന്ന ഈ പരിശുദ്ധ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. ഇപ്പൊ നമ്മളെ കയ്യിലാണ് സുന്നത്ത് ജമാഅത്ത്. അത് ഏത് ഗ്രൂപ്പായാലും ശരി, അൽഹംദുലില്ലാഹ് ഈ നാട്ടിൽ ഈ പരിപാടിക്ക് വേണ്ടി എല്ലാ ഗ്രൂപ്പുകാരും സഹകരിച്ച് നടത്തുന്ന പരിപാടിയാണ്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ജോഗിപ്പെട്ട ഒരു പ്രത്യേകമായ രീതിയിലുള്ള നാടാണ്, അല്ലാഹു നിലനിർത്തി കൊടുക്കുമാരാകട്ടെ. എന്തായാലും കുഴപ്പമില്ല, സുന്നത്ത് ജമാഅത്ത് അത് നമുക്ക് വേണം. നമ്മൾ സുന്നികളാണ്, സുന്നി അല്ലാത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, SBS മുതൽ തുടങ്ങുകയാണ്. ചെറിയ കുട്ടികൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിപ്പിച്ചു കൊടുക്കാൻ SBS. അത് അവിടുന്ന് മുന്നോട്ട് വന്നാൽ SSF. അതിലൊക്കെ നമ്മളെ മക്കളെ മെമ്പർമാരാക്കണം. SSF നല്ലോണം പ്രചരണം നടത്തണം. അത് SSF ആയാലും കുഴപ്പമില്ല. ആ പ്രായം സഹോദരങ്ങളെ, മദ്രസ 5ഉം 6ഉം കഴിഞ്ഞു, അതുവരെ ഉസ്താദുമാരെ കയ്യിലുണ്ടാവും കുട്ടികൾ. 7ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ ഹൈസ്കൂളിലെത്തിയാൽ SSLCയിൽ എത്തുന്ന സമയത്തൊക്കെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ ആളുകൾ ഉണ്ടാകില്ല. ഇപ്പൊ ദർസിൽ പോകുന്ന മുത്തഅല്ലിമീങ്ങളോട് ഉസ്താദുമാർ അവർ കൺട്രോൾ ചെയ്യും. ഉസ്താദുമാരുടെ ശിക്ഷണത്തിലാണ് അവർ മുന്നോട്ട് അങ്ങോട്ട് പോയി അറബി കോളേജിൽ എത്തുന്നത്. പക്ഷേ ദർസിൽ പോകാത്ത കുട്ടികളെ മദ്രസ ഒരു പക്ഷേ 7ഉം 8ഉം കഴിഞ്ഞു, മദ്രസ ചിലപ്പോൾ നിർത്തും. കുട്ടികൾ സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ടി പാടില്ല. അത് നമ്മളൊക്കെ കണക്കിലെടുത്ത് നമ്മളെ കുട്ടികളെ പൂർണ്ണമായും ഹയർ സെക്കൻഡറി മദ്രസയിൽ എത്തുന്നത് വരെ നാം ശ്രദ്ധിച്ച് കുട്ടികളെ മദ്രസയിൽ എത്തിക്കണം. ഇടയ്ക്ക് കുട്ടികളെ മദ്രസയിൽ നിന്ന് ഒഴിവാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ. അങ്ങനെ കുട്ടികൾ ഹൈസ്കൂളിൽ എത്തുമ്പോൾ സഹോദരങ്ങളെ, ഒരുപക്ഷെ മദ്രസ ഒഴിവായാൽ പിന്നെ കുട്ടികളെ സംരക്ഷിക്കാൻ ആരുമില്ല ഇവിടെ. അവിടെയാണ് SSFന്റെ പ്രസക്തി. അത് ഏത് SSF ആയാലും ശരി,
അവിടെ പ്രവർത്തിക്കണം, അത്രയേ ഉള്ളൂ. സഹോദരങ്ങളെ, ആ സമയത്ത് SSFന്റെ പ്രവർത്തകന്മാർ നല്ലോണം ജാഗരൂകരാകണം, പ്രവർത്തനം ഉഷാറാക്കണം, നല്ലോണം സുന്നത്ത് ജമാഅത്തിന്റെ ദഅവ നടത്തണം. നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിൽ SSFനെ ശക്തിപ്പെടുത്തണം. സംഘടനാ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ അത് മുഖവിലക്കെടുക്കണം, എടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിക്കണം, സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ നാം ശ്രദ്ധിക്കാതെ പോയാൽ മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒരു മാഫിയകൾ പ്രവർത്തിക്കുകയാണ്. സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന മാഫിയകൾ പ്രവർത്തിക്കുന്നു. നമ്മളെ കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവർക്കുള്ള ബാഗുകളിൽ ഒരുപക്ഷേ ഡ്രഗ്സിന്റെ ഇനങ്ങൾ ഉണ്ടാകും, ഇഞ്ചക്റ്റുകൾ ഉണ്ടാകും, കഞ്ചാവുകൾ ഉണ്ടാകും, ബ്രൗൺ ഷുഗറുകൾ ഉണ്ടാകും. നാം ശ്രദ്ധിക്കണം. ഒരു ഭാഗം അങ്ങനെ, ഒരു ഭാഗം പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിരോധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വഹാബിയത്തും മൗദൂദിയത്തും തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ പ്രവർത്തനങ്ങൾ സ്കൂൾ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഒരു ഭാഗത്ത് തീവ്രവാദം പ്രവർത്തിക്കുകയാണ്, തീവ്രവാദികൾ പ്രവർത്തിക്കുകയാണ് സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ. ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ, യുക്തിവാദികൾ പ്രവർത്തിക്കുകയാണ് സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട്. നമ്മുടെ പ്രവർത്തനം സ്കൂളിന്റെയും കോളേജുകളുടെയും ക്യാമ്പസുകളുടെ അകത്തളങ്ങളിൽ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ വളരെ വിപുലമായ നിലക്ക് പ്രചരിപ്പിക്കുകയും പ്രബോധനം നടത്തുകയും നമ്മളെ കുട്ടികളെ ആ സംഘടനയിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ നാം തയ്യാറാവുകയും ചെയ്യണം. ഇല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ ആളുകളുടെ വീടുകളിൽ നിന്ന് പുറത്തുപോയി കുട്ടികൾ സ്കൂൾ കോളേജുകളിൽ പഠിച്ച് തിരിച്ചെത്തുന്നത് ഒരുപക്ഷെ തീവ്രവാദിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭീകരവാദിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വഹാബി മൗദൂദി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ യുക്തിവാദികളായിരിക്കാം, നിരീശ്വരവാദികളായിരിക്കാം. അതുകൊണ്ട് എന്റെ കല്ലിന്റെ കഷ്ണങ്ങളാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ദഅവ പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തകന്മാരോട് നിങ്ങൾ നല്ലോണം പ്രവർത്തിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ നല്ലോണം നമ്മളെ ശ്രദ്ധ പതിപ്പിക്കണം. നമ്മളെ നാടുകളിൽ നിന്ന് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളെ സംഘടനാ പ്രവർത്തകന്മാർ നോട്ടമിടണം. അവന്റെ ജീവിത ശൈലി എങ്ങനെ, അവന്റെ സ്നേഹിതൻ എങ്ങനെ, അവന്റെ ഫ്രണ്ട്സ് എങ്ങനെ, അവന്റെ ക്ലാസ്മേറ്റ് എങ്ങനെ, അവന്റെ ബെഞ്ചിന്റെ തൊട്ടടുത്തിരിക്കുന്നവൻ എങ്ങനെ, അപ്പുറത്തിരിക്കുന്നവൻ എങ്ങനെ, എന്താണ് ആ കോളേജിന്റെ സ്കൂളിന്റെയും ഉള്ളിൽ നടക്കുന്നത് നല്ലോണം ചിന്തിച്ചുകൊണ്ട് നമ്മളെ മക്കൾ നമ്മളെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരണം. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പോയി പഠിച്ച് തിരിച്ചു വരുന്ന വിദ്യാർത്ഥികൾ അവർ സുന്നികളായിട്ട് തന്നെ നമ്മളെ വീട്ടിലേക്ക് വരണം. ഹൈസ്കൂൾ കഴിഞ്ഞ് SSLC കഴിഞ്ഞ് PUCയോ മറ്റുള്ള ഡിഗ്രികളിലോ എത്തുമ്പോൾ അവൻ വീണ്ടും SSFന്റെ പ്രവർത്തകനാകണം, അവൻ SYSന്റെ പ്രവർത്തകനാകണം, അവനിലൂടെ SYS വളരണം, അവനിലൂടെ മുസ്ലിം ജമാഅത്ത് വളരണം, അവനിലൂടെ നമ്മളെ മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിക്കണം. നമ്മളെ വീടുകളിൽ മൗലിദ് നടക്കുമ്പോ PUC പഠിക്കുന്ന ചക്കൻ തൊപ്പിയും കീസയിലിട്ടിട്ട് അല്ലെങ്കിൽ തൊപ്പി എറിഞ്ഞിട്ട് ഞാൻ പിന്നെ പണ്ടേ നെല്ലിട്ട് പോകുന്ന മക്കളായിക്കൂടാ. എല്ലാരും പണ്ടാറുസ്താ മൗലിദ്. നമ്മുടെ മോണ് കണ്ടില്ലേ, എന്റെ മോണ് ഓർഡർ പോന്നു, അവൻ ഫാത്തി വിളിക്കുമ്പോ പോകും പുറത്തേക്ക്, എല്ലാം കഴിഞ്ഞിട്ട് വരും. എവിടുന്നായി കുഴപ്പം വന്നത്? നമ്മളെ ശ്രദ്ധിക്കാഞ്ഞിട്ട്. ക്യാമ്പസുകളിൽ SSFനെ ശക്തിപ്പെടുത്താത്തത് കൊണ്ടാണ് വീടുകളിൽ മാലകളും മൗലിദുകളും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പ്രചരിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ പ്രവർത്തനങ്ങളും അതിലൂടെ ആരാധന രീതികൾ നമ്മുടെ വീടുകളിൽ നടക്കുമ്പോൾ നമ്മളെ മക്കൾ സഹോദരങ്ങളെ അവർ അതിന് പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. അതുണ്ടായിക്കൂടാ. സമ്മേളനങ്ങൾ നടത്തണം, പരിപാടികൾ നടത്തണം, യോഗങ്ങൾ നടത്തണം, ഉഷാറാക്കണം. എല്ലാത്തിനും പുറമെ ഇതിനെല്ലാത്തിനേക്കാൾ കൂടുതലായി നല്ലോണം നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കണം. പഴയ കാലം പോലെയല്ല. പഴയ കാലത്ത് SSFിൽ എത്ര ചുറുചുറുക്കുള്ള ആളുകൾ ഉണ്ടായിരുന്നു, യുവാക്കൾ, പ്രവർത്തകന്മാർ.
സ്കൂൾ കോളേജിൽ പഠിക്കുന്നവർ ഇപ്പൊ അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. കാരണം ക്യാമ്പസുകളിൽ SSF സജീവമല്ല എന്നാണ് പലരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെ പ്രവർത്തനം ഉഷാറാക്കണം, ശക്തിപ്പെടുത്തണം, നല്ലോണം അതിനു വേണ്ടി അധ്വാനിക്കണം, കാശ് ചെലവഴിക്കണം, ദവാ പ്രവർത്തനങ്ങൾ നടത്തണം, ലൈബ്രറികൾ ഉണ്ടാക്കണം, സാന്ത്വന റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തണം. കണ്ടില്ലേ നമ്മുടെ സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഒരാഴ്ച മുമ്പ് പാടന്തറ മർക്കസിൽ വെച്ച് 7000-ഓളം വരുന്ന കർമ്മധീരരായ സാന്ത്വന വളണ്ടറീസ് പ്രവർത്തകന്മാരെ നാട്ടിന് വേണ്ടി സമർപ്പിച്ചു. മറഞ്ഞരായ ഉസ്താദവറുകൾ, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, നല്ല ചുറുചുറുക്കുള്ള യുവാക്കൾ. നാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുണ്ട്. നാട്ടിലൊരാളും പട്ടിണി കിടന്നുകൂടാ. ഒരു ഹോസ്പിറ്റലിലും ഒരു രോഗിക്ക് ഭക്ഷണം കിട്ടാതെ കിടന്നുകൂടാ. ഒരു ഹോസ്പിറ്റലിലും ഒരു രോഗിക്ക് മരുന്ന് കിട്ടാതെ കിടന്നുകൂടാ. ഒരാളും പ്രയാസപ്പെട്ടുകൂടാ. ഒരാൾക്കും നാട്ടിൽ നിന്ന് മറ്റുള്ള നാടുകളിലേക്ക് പോകാൻ ബസ്സിന് കാശില്ലാതിരുന്നുകൂടാ. ഒരു വീട്ടിലും പ്രായം ചെന്ന പെൺകുട്ടികൾ സ്വർണം കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയും പരന്നിറങ്ങി ബാക്കിയായിക്കൂടാ. എല്ലാത്തിനും ഞങ്ങളും, പൈസ ചെലവാക്കാൻ ഞങ്ങളും, നെഞ്ഞോട് നെഞ്ഞു കൊടുക്കാൻ ഞങ്ങളുണ്ട്, കുഞ്ചു കൊടുക്കാൻ കൈ കൊടുക്കാൻ ഞങ്ങളുണ്ട്, സഹായിക്കാൻ ഞങ്ങളുണ്ട്, ജീവൻ കൊടുക്കാൻ ഞങ്ങളുണ്ട്, രക്തം കൊടുക്കാൻ ഞങ്ങളുണ്ട്. എന്ത് വേണമെങ്കിലും കൊടുക്കാൻ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആ ബറ്റാലിയൻ വിഭാഗം 7000-ഓളം വരുന്ന സാന്ത്വന ടീം എന്തിനും റെഡിയാണെന്ന് പറഞ്ഞ് ഒന്നരായ ഉസ്താദ് രാജ്യത്തിന് സമർപ്പിച്ചു. രാഷ്ട്രീയക്കാർ ഞെട്ടിപ്പോയി, രാഷ്ട്രീയ ജനവിഭാഗം ഞെട്ടിപ്പോയി, ബുദ്ധിരാക്ഷസന്മാർ ഞെട്ടിപ്പോയി, എല്ലാവരും ഞെട്ടിപ്പോയി. പലരും പല വിഷയങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുൽത്താനുൽ ഉലമ കഴിയുന്നില്ല, നടക്കാൻ കഴിയില്ല. 88ഓളം വർഷങ്ങളായി ഈ ലോകത്ത് ജീവിക്കുന്നു, സ്വന്തമായി നടക്കാൻ കഴിയുന്നില്ല. ഒരാളുടെ സഹായം വേണം നടക്കാൻ. ചിലപ്പോൾ വീൽ ചെയറിൽ പോകണം, എന്നാലും വീട്ടിൽ കിടന്നിറങ്ങിയില്ല, വീട്ടിൽ വിശ്രമിച്ചില്ല, വീട്ടിൽ സുഖത്തോടുകൂടി ജീവിച്ചില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ടേച്ച് തന്റെ സമുദായത്തിന് വേണ്ടി, തന്റെ നാട്ടിന് വേണ്ടി, ജാതി മത വ്യത്യാസമില്ലാതെ ഒരു നാട്ടിൽ ദുരന്തം വരുമ്പോൾ, പ്രളയം വരുമ്പോൾ, ഭൂകമ്പങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ വരുമ്പോൾ ഈ നാട്ടിൽ സംരക്ഷിക്കാൻ, ഈ നാട്ടിലെ പാവങ്ങളെ രക്ഷപ്പെടുത്താൻ, കുടുക്കിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ എന്റെ സമുദായം, എന്റെ അനുയായികൾ ഇതാ എന്തെത്തിനും സജീവമായി നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ 7000 ബറ്റാലിയൻ വിഭാഗത്തെ ഈ രാജ്യത്തിലേക്ക് സമർപ്പിച്ചു ഒന്നരായ സുൽത്താനുൽ ഉലമ മഹാനവർകൾ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമുക്ക് വേണ്ടി അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, എന്തുകൊണ്ട് മഹാനവർകളുടെ പ്രവർത്തനം അതൊക്കെ നമുക്ക് മാതൃകയാകണം. അവരാണ് നമുക്കെല്ലാം ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പോവുകയല്ല, ദീർഘിപ്പിച്ചു പോവുകയല്ല. നമ്മളെ നാട്ടിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാകണം. അതിനുവേണ്ടി സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തണം, ശക്തിപ്പെടണം, നല്ല നെഞ്ചുക്കോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ നാം സംഘടിപ്പിക്കുകയാണ്. ഇതിനുവേണ്ടി പൈസ ചെലവാക്കുന്നവർ, ഇതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നവർ, ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, ഇതൊന്നും വെറുതെയാകില്ല സഹോദരങ്ങളെ. لا يزال قدم ابن آدم حتى يسأل عن أربع: عن عمره فيما أفنى، وعن شبابه فيما أبلى، وعن ماله وعن علمه. ഇങ്ങനെ ഹബീബായ മുത്തുനബി തങ്ങൾ നമ്മളോട് പറഞ്ഞു, നാളെ മഹ്ശറയിലെത്തിയാൽ നിന്റെ ആയുഷ്കാലത്തെ സംബന്ധിച്ച് ചോദിക്കും, നിന്റെ യുവത്വകാലത്തെ സംബന്ധിച്ച് ചോദിക്കും. നിനക്ക് 15 വയസ്സ്, 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ്, 35 വയസ്സ്, 40 വയസ്സ്, 45, 50, ഇപ്പൊ നിനക്ക് 60ആയി, ഇപ്പൊ നിനക്ക് 70. നിന്റെ 15 വയസ്സാം കാലം നീ എന്ത് ചെയ്തു? 20ആം കാലം നീ എന്ത് ചെയ്തു? 25, 30, 35, 40 നല്ല ചുറുചുറുക്കുള്ള രക്തത്തിളപ്പുള്ള എന്തിനും വേണ്ടി നിനക്ക് ചെയ്യാൻ കഴിയുന്ന, എവിടേക്കും ഓടാനും ചാടാനും ആരെയും പൊക്കാനും എവിടെയും എന്തും ചെയ്യാൻ
ചെയ്യാൻ സാധിക്കുന്ന നല്ല യുവത്വകാലം നിനക്കുണ്ടായിരുന്നില്ലേ? നീ അതെന്തിന് ചെലവാക്കി എന്ന് പറയുമ്പോൾ മറുപടി പറയുന്ന ഒരു ഭാഗത്തെ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. എന്റെ 15, 20, 40, 50, 55, 60, 70, 80, 88 ഇന്ത്യക്കും ഇന്ത്യക്കകത്തും പുറത്തും ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. ഇതാ 7000 പോലെയുള്ള ഒരുപാട് 7000ങ്ങളെ ഞാൻ രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്റെ അനുയായികൾ SSF-ലൂടെ, SYS-ലൂടെ, SBS-ലൂടെ, മുസ്ലിം ജമാഅത്തിലൂടെ അതാ ഇവിടെ ഒരുപാട് സാമൂഹിക റിലീഫ്, ജീവകാരുണ്യ, ദഅ്വാ പ്രവർത്തനങ്ങൾ പ്രചണ്ഡമായി അവർ നടത്തി. മഹാനവറുകൾ പറയുമ്പോൾ, ശംസുൽ ഉലമ പറയുമ്പോൾ, കണ്ണിയത്ത് ഉസ്താദ് പറയുമ്പോൾ, നൂറുൽ ഉലമ എംഎ ഉസ്താദ് പറയുമ്പോൾ അവരെ പിന്നാലെ നിന്നുകൊണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകണം. കടന്നുറങ്ങുന്നത് കുറക്കണം, വിശ്രമം കുറക്കണം, സാമ്പത്തികമായി കഴിവുള്ളവർ നല്ലോണം സമ്പത്ത് ചെലവാക്കണം, തന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരെ നോക്കണം, അയൽ വീട്ടുകാരെ നോക്കണം, നാട്ടുകാരെ നോക്കണം, ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തണം, രോഗികൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. ഈ സാമൂഹ്യ ജീവകാരുണ്യ റിലീഫ് ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തി സഹോദരങ്ങളെ നാം എല്ലാവർക്കും മാതൃകായോഗ്യരായ ആളുകളായി മാറണം. അപ്പോഴേ ഒരു സംഘാടകൻ യഥാർത്ഥ സംഘാടകനാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ലോണം ചിന്തിച്ചധ്വാനിച്ച് എപ്പോഴെങ്കിലും ഒരിക്കൽ മരണം ഒരിക്കലും ഒരാൾക്കും ഒഴിഞ്ഞുകൂടാൻ കഴിയില്ല. നമ്മളെ പല നേതാക്കന്മാരും മരിച്ചു. ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും മരിക്കില്ല എന്ന് ചിന്തിച്ച ഒന്നിരായ അല്ലാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അല്ലാഹു കൊണ്ടുപോയില്ലേ സഹോദരങ്ങളെ? പച്ചയായി നമ്മളിൽ നിന്ന് പോയില്ലേ? പലരും പോയില്ലേ? നമുക്ക് മരിക്കണ്ടേ? ആ മരിക്കുമ്പോ നമ്മൾ എന്ത് മറുപടി പറയും? മഹാന്മാർ പറയുന്നത് പോലെ എന്ത് ചോദ്യം, എന്ത് മറുപടി പറയും നമ്മൾക്ക് പറയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ മുന്നിൽ വരുന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണെന്ന് കരുതി ഇതിന് കസാല മാറ്റാനും, കസാല ഇടാനും, ചെലവഴിക്കാനും. ഞാൻ വരുമ്പോ മഴ വന്നിട്ട് ഒരുപാട് ആളുകൾ അവിടെ ആ റോഡ് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കൊട്ടു പിടിക്കുന്ന ആള് ഫസ്റ്റായിട്ടിരിക്കും. ഇപ്പൊ കൊട്ടു പിടിക്കുന്നു, അവർക്ക് കൊട്ടു പിടിച്ചിട്ട് കൊത്തിയിട്ട് അറിയില്ല, അവർക്ക് തെങ്ങിന്റെ മുറട്ടടിച്ചിട്ട് അറിയില്ല. എന്നാലും കൊട്ടു പിടിച്ചിട്ട് കൈ കല്ലും മുള്ളും എല്ലാം അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഉസ്താദുമാർ, സാദാത്തുക്കൾ, മുത്തഅല്ലിമീങ്ങൾ പരിപാടിക്കെല്ലാം വരുമ്പോ റോഡ് ക്ലീൻ ആക്കി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് അപ്രതീക്ഷിതമായി വന്നതിനൊന്നും നിരാശപ്പെടാതെ, ബേജാറാകാതെ അല്ലാഹു നിർത്തി തരുമെന്ന നിയത്തിൽ ചിന്തിച്ച് പ്രവർത്തിച്ചു. അല്ലാഹു നിർത്തി തന്നു. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. എല്ലാം അവനെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനം. കസാല എടുത്തു വെക്കാനും, കസാല മടക്കാനും, പൈസ കൊടുക്കാനും, ലേലം വിളിക്കാനും, അനൗൺസ് നടത്താനും, മെസ്സേജ് വിടാനും, പിന്നെന്ത് എന്തെല്ലാം ഉണ്ടല്ലോ ഇപ്പൊ സാമൂഹിക മാർഗങ്ങളിൽ ചെയ്യാനുള്ളത്. അതൊക്കെ ചെയ്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്വാ രംഗത്ത് സജീവരായി പ്രവർത്തിക്കുക. ഇതേ നമുക്ക് ആഖിറത്തിന് കിട്ടുകയുള്ളൂ സഹോദരങ്ങളെ. നമ്മളെ കണ്ട് നമ്മളെ മക്കൾ പഠിക്കും, അയൽ വീട്ടുകാർ പഠിക്കും, അവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായി മാറും. സഹോദരങ്ങളെ, ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ശഹീദ്. ലോകം ഫസാദായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് അനീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിസ്ലാമിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം സുന്നത്ത് ജമാഅത്ത് നിന്ന് തെറിച്ചുപോയി എന്തൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം നിരീശ്വരവാദികളും യുക്തിവാദികളുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം നിരാശപ്പെടാതെ, അപ്പോഴെല്ലാം ഭയപ്പെടാതെ, അപ്പോഴെല്ലാം പേടിക്കാതെ നല്ല ഉഷാറോടുകൂടി നമുക്ക് നമ്മുടെ നേതാക്കന്മാർ കാണിച്ചു തന്ന മാർഗം മുന്നോട്ട് കൊണ്ടുപോയി സജീവരായി സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്വാ രംഗത്ത് നമ്മുടെ സംഘടന പ്രവർത്തനങ്ങളെ സജീവമാക്കി മുന്നേറുക. ആഖിബത്ത് നന്നായിട്ടുള്ള മരണം നൽകുമാറാകട്ടെ, ഖബറിൽ സലാമത്ത് നൽകുമാറാകട്ടെ, മഹ്ശറയിൽ സലാമത്ത് നൽകുമാറാകട്ടെ. നിന്റെ ആയുഷ്യകാലം, നിന്റെ യുവത്വകാലം, നിന്റെ ഇൽമ്, നിന്റെ സമ്പത്ത് എന്തിനു വേണ്ടി നീ ചെലവാക്കി എന്ന് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി, ഇന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്റെ ആയുഷ്കാലം, എന്റെ യുവത്വകാലം, എന്റെ സമ്പത്തും എന്റെ ഇൽമും ഞാൻ ചെലവാക്കിയിട്ടുണ്ട് റബ്ബേ എന്ന് നമ്മളെ മഹാരഥന്മാരായ മുൻഗാമികളാകുന്ന എംഎ ഉസ്താദും ശംസുൽ ഉലമയും താജുൽ ഉലമയും എംഎ ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ മറുപടി പറയുമ്പോൾ
അവരുടെ അനുയായികളായി നമുക്ക് മറുപടി പറയാൻ കഴിയണം. ഞാനും ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, ഞാനും ഓടിയിട്ടുണ്ട്, ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ട്, ഞാൻ അനൗൺസ് നടത്തിയിട്ടുണ്ട്, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ സംഘടനാ രംഗത്ത് ചെയ്തിട്ടുണ്ട് എന്ന് മറുപടി പറയാൻ നമുക്ക് സാധിച്ചാൽ നാം വിജയിച്ചു. ആ വിജയികളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും പെടുത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന, കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന, ത്യാഗം സഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ, ഉലമാക്കൾ, സംഘടനാ പ്രവർത്തകന്മാർ, ഒരു ഉസ്താദ് ഒരുപാട് ദിവസങ്ങളായി എനിക്ക് ഫോണാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലായി അല്ലാഹു നമുക്കൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ മേദലപ്പെട്ടു ഉമ്മ ഈ പാടത്ത് മരിച്ചുപോയി, അല്ലാഹു അവരെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അവരിൽ നിന്ന് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഹബീബായ മുത്തനബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടി ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലെത്തി അവിടുത്തെ ജിവാറിൽ അല്ലാഹു നമ്മളെല്ലാം അവരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ 21-ാം തീയതിയാണ് ജുമാഅത്തുൽ അവ്വലിന്റെ മൽജഇന്റെ ദിക്ർ സ്വലാത്ത്. സഹോദരങ്ങളെ, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആരും മൽജഇനെ മറന്നു പോകണ്ട. മൽജ ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് വളർന്നതാണ്. ഒരുപാട് ആളുകൾക്ക് സാമൂഹ്യ ജീവകാരുണ്യ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് മൽജ ഇന്ന് ആ നിലക്ക് നിൽക്കുന്നത്. 16-18-16ഓളം കൊല്ലങ്ങളായിട്ടുണ്ടെങ്കിലും പറയത്തക്ക ബിൽഡിങ്ങുകളില്ല, പറയത്തക്ക ബിൽഡിങ്ങുകൾ അവിടെ കാണാൻ കഴിയില്ല. അതേസമയം സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്വാ രംഗത്ത് ഒരുപാട് ദഅ്വകൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് നമ്മളെ ഏരിയകളിലുള്ള പാവപ്പെട്ടവർക്ക് റിലീഫ് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഡയാലിസ് ചെയ്യാൻ വേണ്ടി സഹായം നൽകുന്നു, സാദാത്ത് റിലീഫിന് സഹായം നൽകുന്നു, യതീമുകൾക്ക് സഹായം നൽകുന്നു. പാവപ്പെട്ട ഒരുപാട് രോഗികൾക്ക്, അശരണർക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് റിലീഫ് നടത്തുന്നു മൽജി. ഇപ്പോഴും അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ പാവപ്പെട്ടവന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്വാ രംഗത്ത് ഒരു അഭയകേന്ദ്രമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. അതിന്റെ തറക്കല്ലിട്ടത് ഒന്നരായ ശൈഖുന താജുൽ ഉലമയാണെന്ന് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഒന്നരായ നമ്മുടെ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല സുബ്ഹാനഹു അസീസ് തങ്ങളുടെ ആണ്ട് നേർച്ചയും അനുസ്മരണയും നടത്തുന്ന മഹത്തായ ദിക്ർ സ്വലാത്താണ് മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് 21-ാം തീയതി വ്യാഴാഴ്ച മൽജയിൽ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവർത്തകരെയും, എല്ലാ ആളുകളെയും ഞാൻ ഒന്നുകൂടി മൽജയിന്റെ ദിക്ർ സ്വലാത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മഗ്രിബ് നിസ്കരിച്ചിട്ട് തുടങ്ങും, 9:30 മണിയാകുമ്പോൾ തീരും. നിങ്ങൾ ആർക്കും ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മൽജയിന്റെ ദിക്ർ സ്വലാത്തിൽ വരണം, ശ്രദ്ധിക്കണം, മൽജയിനെ ശക്തിപ്പെടുത്തണം, മൽജയിന്റെ സഹായ സഹകരണങ്ങൾ നൽകണം. മൽജയ് എപ്പോഴും ഒരു അഭയകേന്ദ്രമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണമെന്ന് നിങ്ങൾ ദുആ ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.